അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ് വിത്ത് ദ യൂസ് ഓഫ് ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇൻ പവർ സിസ്റ്റം? ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏത് സ്റ്റെബിലിറ്റിയാണ് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്, ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി, ആൾ ഓഫ് ദി അബോവ്. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റെബിലിറ്റി ഇൻക്രീസ്ഡ് വിത്ത് യൂസ് ഓഫ് ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഹൈ സ്പീഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ് ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് ആൻസർ ട്രാൻസിയന്റ് സ്റ്റെബിലിറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്മിഷൻ ലൈൻ has 4 units of string insulators. The voltage across bottommost unit is 45% of the total voltage and the string efficiency of the arrangement. String efficiency ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ string efficiency കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? string efficiency is given by V by N, number of string components N into Vm. Okay, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 4 യൂണിറ്റ്സ് ആണ്. N equal to 4 ആണ് വരുന്നത്. വോൾട്ടേജ് അക്രോസ് ബോട്ടം മോസ്റ്റ് യൂണിറ്റ് ഈസ് 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ്. ടോട്ടൽ വോൾട്ടേജിന്റെ 45% ആണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയാണ് സ്ട്രിങ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? വിയുടെ വാല്യൂ 40% ആണ്, 45% ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 45% ആണ്. സോ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Vm by V as a percentage. ഇതാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 45%. നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V by Vm എന്ന് പറയുന്നത് എത്രയായിരിക്കും വരുന്നത്? V by Vm 100 ആയിട്ട് എടുക്കാം. V by Vm 45 ആണ്. സോ ഈ വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രിങ് എഫിഷ്യൻസി SE എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 100 divided by 4 into 45. ഓക്കെ, വാല്യൂ നമുക്ക് കിട്ടുന്നത് 55.55 എന്നുള്ള വാല്യൂ ആണ്. പെർസെന്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, എ സിംഗിൾ ഫേസ് 2 conductor line separated at a distance 1.5 meter apart with a radius of 2 centimeter each produce a self-induced EMF. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 വയർ ലൈനിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല μ0 by 4π into natural logarithm of d, distance between conductors, divided by 0.7788 r. r is the radius of conductor. ഇവിടെ d എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് തന്നിരിക്കുന്നത് 1.5 മീറ്റർ ആണ്. ആറിന്റെ വാല്യൂ റേഡിയസ് എത്രയാണ് വരിക? റേഡിയസ് തന്നിരിക്കുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി μ0യുടെ വാല്യൂ എത്രയാണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 4π into 10⁻⁻⁷. ഈ ക്വസ്റ്റ്യനിൽ ഇതിന്റെ കാൽക്കുലേഷൻ നടത്താൻ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ലോഗരിതം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻⁻⁷ into natural logarithm of d, 1.5 divided by 0.778 r equal to 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ 1.83 മില്ലി ഹെൻറി എന്നാണ്. പക്ഷെ ഈ കാൽക്കുലേഷൻ നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഇവിടെ എന്തായാലും കറക്റ്റ് ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ് വരുന്നത്. അതായത് ലെങ്ത്തിന്റെ യൂണിറ്റ് ലെങ്ത്തിലാണ് നമുക്ക് ഇത് കാണാൻ പറ്റുക. സോ ദിസ് ഈസ് ഫോർമുല ഫോർ ഇൻഡക്ടൻസ് പെർ കിലോമീറ്റർ. സോ ഇൻഡക്ടൻസ് പെർ കിലോമീറ്റർ ആണിത്.
അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി നമുക്ക് 51, ക്വസ്റ്റ്യൻ നമ്പർ 51 നോക്കാം. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഈസ് ആൾസോ കാൾഡ്. ക്ലാസ് എ കമ്മ്യൂട്ടേഷന്റെ മറ്റൊരു പേരെന്താണ്? അത് സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണ്. ഇറ്റ് ഈസ് കാൾഡ് സെൽഫ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് ഫ്രീ വീലിംഗ് ഡയോഡ്. ഫ്രീ വീലിംഗ് ഡയോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫ്രീ വീലിംഗ് ഡയോഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് നോക്കാം. ഓപ്ഷൻസ്: ഇൻപുട്ട് പവർ ഫാക്ടർ ഈസ് ഇംപ്രൂവ്ഡ്. ഓക്കെ, റൈറ്റ് ആൻസർ. അത് ആൻസർ കറക്റ്റ് ആണ്. അതൊരു ആപ്ലിക്കേഷൻ അഡ്വാൻറ്റേജ് ആണ്. ലോഡ് കറണ്ട് വേവ് ഫോം ഈസ് ഇംപ്രൂവ്ഡ്. അതും നടക്കുന്നതാണ്. ലോഡ് കറണ്ട് ഇംപ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതുപോലെ ബെറ്റർ ലോഡ് പെർഫോമൻസ്. എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. ഡി ആണ്, ആൾ ഓഫ് ദ അബോവ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോപ്പറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഹാസ് an input voltage of 200 volt and the conduction time of thyristor is 300 microsecond and the output voltage is 600 volt. If pulse width is halved for a constant frequency operation, the new output voltage is. ഒരു ചോപ്പർ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻപുട്ട് അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സോ ആൽഫ ഇവിടെ ഡ്യൂട്ടി സൈക്കിൾ ആണ്. 1 മൈനസ് ആൽഫ, ആൽഫ ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ പീരിയഡ്. ആ ഒരു വേവ് ഫോമിന്റെ ടോട്ടൽ പീരിയഡ് ആണ്. ഓൺ ടൈം ആണ് ടി ഓൺ ആയിട്ട് വരുന്നത്. ഈ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഡാറ്റ തന്നിരിക്കുന്നത് എന്താണ്? ഇൻപുട്ട് വോൾട്ടേജ് സപ്ലൈ ഡി സി വോൾട്ടേജ് എന്ന് പറയുന്നത് 200 വോൾട്ട് ആണ്. ആൽഫയുടെ വാല്യൂ അറിയില്ല. വി നോട്ട് ഈക്വൽ ടു 600 വോൾട്ട്. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? വി നോട്ട്, ദാറ്റ് ഈസ് 600 ഈക്വൽ ടു 200 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. സോ 1 by 1 minus alpha എന്ന് പറയുന്നത് 3 ആണ്. വിൽ ഗെറ്റ് ആൽഫ ഈക്വൽ ടു 2/3. ആൽഫ 2/3 ആണ്. ഡ്യൂട്ടി സൈക്കിൾ ഈസ് 2/3. ഇനി അടുത്തതാണ് തന്നിരിക്കുന്നത്. ഇഫ് പൾസ് വിഡ്ത്ത് ഈസ് ഹാഫ്ഡ് ഫോർ ടൈം കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓപ്പറേഷൻ. അപ്പോ ഓൺ ടൈം ഹാഫ് ആയി കഴിഞ്ഞാൽ ആൽഫ, ന്യൂ വാല്യൂ ഓഫ് ആൽഫ, ദാറ്റ് ഈസ് ആൽഫ ഡാഷ് ഈസ് ആൽഫ ബൈ 2, ദാറ്റ് ഈസ് 1/3. അങ്ങനെ വരുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? വി നോട്ട് ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ആൽഫയുടെ വാല്യൂ പകുതിയായി മാറി, 1/3 എന്നുള്ള വാല്യൂ ആയിട്ട് മാറി. അപ്പോൾ വിയുടെ വാല്യൂ 200 ആണ്. 200 ഡിവൈഡ് ബൈ 1 മൈനസ് 1/3. സോ ഇറ്റ് ഈസ് 600/2 ഈക്വൽ ടു 300 വോൾട്ട്. സോ കറക്റ്റ് ആൻസർ 300 വോൾട്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54. 3 SCRs are connected to form a series string. Okay, 3 SCRs are connected to form a series string. Voltage across thyristors are 300 volt, 250 volt and 200 volt respectively. If current flowing through thyristors are 5 ampere, 9 ampere and 11 ampere respectively, what is the value of equalizing resistors to be connected across each SCR? ഓരോ SCRനെ ക്രോസ് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റേഴ്സ്, ഈക്വലൈസിംഗ് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 3 SCRs ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസിലാണ്. ഓക്കെ, ഈ SCRലെ ഓരോന്നിലെയും വോൾട്ടേജ് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ക്രോസ് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ ആണ് ഈക്വലൈസിംഗ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, ആർ സെയിം വാല്യൂ ആണ് റെസിസ്റ്റേഴ്സിന് വരുന്നത്. റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റെസിസ്റ്റർ വാല്യൂ, ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആ റെസിസ്റ്ററിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആർ ഈക്വൽ ടു എൻ ഇൻറ്റു വി ബി മിനിമം വി ബി എം മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ
n minus 1 into IB max minus IB minimum. ഇവിടെ നമുക്ക് മാക്സിമം വോൾട്ടേജ് വരുന്ന SCR അതിന് ക്രോസ് വരുന്ന വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് 300 വോൾട്ടേജ് ആണ്, 300 വോൾട്ട് ആണ്. 250 വോൾട്ട് വരുന്നുണ്ട്, പിന്നെ വരുന്നത് 200 വോൾട്ട് ആണ്, 200 വോൾട്ട്. ഇക്വേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സ്ട്രിംഗ്. n ഈക്വൽ ടു 3 ആണ് വരുന്നത്. VBM എന്ന് പറയുമ്പോൾ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നത് 300 വോൾട്ട് ആണ്, 300 വോൾട്ട്. VS സപ്ലൈ വോൾട്ടേജ് എത്രയാണ് വരുന്നത്? ടോട്ടൽ വോൾട്ടേജ് 300 പ്ലസ് 250 പ്ലസ് 200, 300 പ്ലസ് 250 പ്ലസ് 200. So this 750 volt total voltage, 750 voltage ആണ്. IB max മാക്സിമം കറണ്ട് ഏത് സിയറിലൂടെയാണ് ഫ്ലോ ചെയ്യുന്നത്? 11 ആംപിയർ ആണ് മാക്സിമം കറണ്ട്. അതുപോലെ മിനിമം കറണ്ട് 5 ആംപിയർ ആണ്. സോ ആറിന്റെ വാല്യൂ നമുക്ക് ഫോർമുല വെച്ചിട്ട് കാണാം. 3 into 300 minus 750 divided by n minus 1 equal to 2. 2 into IB max എത്രയാണ് വരുന്നത്? 11 minus 5. അപ്പൊ ഇത് 150 divided by 2 into 6. Okay, we will get 12.5 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 12.5. സോ 12.5 ഓം ആണ് കറക്റ്റ് വാല്യൂ. പക്ഷെ ഇതിനകത്ത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് 10 ഓം, 13 ഓം, 15 ഓം, 12 ഓം എന്നാണ്. അപ്പൊ ഇതിനകത്ത് 54 എന്നുള്ള ക്വസ്റ്റിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. സോ 12.5 ഓം എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ഓപ്ഷൻ വരാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്തത് സ്നബ്ബർ സർക്യൂട്ട് ആണ്. സ്നബ്ബർ സർക്യൂട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? സ്നബ്ബർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് വിത്ത് തൈറിസ്റ്റേഴ്സ് ടു ഓപ്ഷൻസ് പ്രൊട്ടക്ട് ഗേറ്റ് സർക്യൂട്ട്, ലിമിറ്റ് റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt, ലിമിറ്റ് റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ട് di/dt, turn on thyristor at a voltage less than its forward breakover voltage. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. തൈറിസ്റ്റേഴ്സിലെ സ്നബ്ബർ സർക്യൂട്ടിന്റെ ആപ്ലിക്കേഷൻ ടു ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV/dt പ്രൊട്ടക്ഷൻ. ഇനി 56 question number 56ലേക്ക് വരാം. If the latching current of a thyristor is 4 milliampere, then minimum width of the pulse required to properly turn on the thyristor shown in the circuit below. അപ്പോൾ ഈ തൈറിസ്റ്ററെ ടേൺ ഓൺ ചെയ്യാൻ എത്ര വിഡ്ത്ത് വേണം, പൾസിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പൾസ് വിഡ്ത്ത് നമുക്ക് T ആയിട്ട് എടുക്കാം. സോ ഇവിടെ പൾസ് വിഡ്ത്ത് റിക്വയർഡ് പൾസ് വിഡ്ത്ത് T ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കറണ്ട് 4 മില്ലി ആംപിയർ ആണ് ലാച്ചിങ് കറണ്ട്. അപ്പോൾ ലാച്ചിങ് കറണ്ട് എത്തിയാൽ മാത്രമേ നമുക്ക് അത് ഓൺ കണ്ടീഷനിലേക്ക് പോവുള്ളൂ. ഇവിടെ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള ലോഡ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്ടറിലെ di/dt ഇൻഡക്ടർ ലോഡ് ഇൻഡക്ടർ ആയിട്ടാണ് അവർക്ക് di/dt ഓഫ് ഇൻഡക്ടർ അറ്റ് ടേൺ ഓൺ ഇൻസ്റ്റന്റ്, അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ടേൺ ഓൺ നമുക്ക് ആ T0 പ്ലസ് എന്നുള്ള ടൈമിൽ വിചാരിക്കാം. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ V0 പ്ലസ് ബൈ L. V0 പ്ലസ് എന്ന് പറയുമ്പോൾ ഇൻഡക്ടർ ഓപ്പൺ കണ്ടീഷൻ വരുമ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL 0 പ്ലസ് എന്നുള്ള ഇൻസ്റ്റന്റിൽ ഇൻഡക്ടർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് വർക്ക് ചെയ്യുക. ഇറ്റ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട്. സോ കംപ്ലീറ്റ് വോൾട്ടേജ് 100 വോൾട്ട് വിൽ അപ്പിയർ അക്രോസ് ഇൻഡക്ടർ. 100 വോൾട്ട് ആണ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തുള്ള ഇൻഡക്ടർ വോൾട്ടേജ് എന്ന് പറയുന്നത്. V0 പ്ലസ് ബൈ L. നമുക്ക് ഇതിന്റെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വാല്യൂ എത്ര വരുന്നത്? V0 പ്ലസ് 100
divided by inductance value. നമുക്ക് inductance value 0.1 ഹെൻറി തന്നിട്ടുണ്ട്. 0.1. സോ 1000 ആംപിയർ പെർ സെക്കൻഡ് ആണ് കറണ്ടിന്റെ റൈസ് വരേണ്ടത്. ഓക്കെ, സോ ഇവിടെ കറണ്ട് 4 മില്ലി ആംപിയർ ആണ് വരുന്നത്. ലാച്ചിങ് കറണ്ട് 4 മില്ലി ആംപിയർ ആണ്. അപ്പൊ പൾസിന്റെ ഡ്യൂറേഷൻ നമ്മൾ കാണുമ്പോൾ ഈ ഇൻഡക്ടർ കറണ്ട് ഗ്രാജുവലി റൈസ് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ എത്തണം. ഓക്കെ, ലാച്ചിങ് കറണ്ടിന്റെ വാല്യൂ 4 മില്ലി ആംപിയർ എത്തണം. ഓക്കെ, അപ്പൊ പൾസിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ടി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ടി ടൈമിനുള്ളിലാണ് കറണ്ട് സീറോയിൽ നിന്ന് റൈസ് ചെയ്തിട്ട് 4 മില്ലി ആംപിയറിൽ എത്തുന്നത്. കറണ്ട് റൈസ് ചെയ്യുന്ന റേറ്റ് നമുക്കറിയാം 1000 ആംപിയർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ സീറോയിൽ നിന്ന് 4 മില്ലി ആംപിയറിലേക്ക് എത്താൻ എത്ര ടൈം എടുക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടൈം നമുക്ക് കിട്ടുന്നത് ടി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറയുന്നത് 4 മില്ലി ആംപിയർ ആണ്. 4 into 10⁻³ ഡിവൈഡഡ് ബൈ അതിനെടുക്കുന്ന ടൈം ഡെൽറ്റ ടി അല്ലെങ്കിൽ ടി ആയിട്ട് നമുക്ക് എടുക്കാം. ടി ഈക്വൽ ടു 1000 or ടി ഈസ് ഈക്വൽ ടു 4 into 10⁻⁻6 ഈക്വൽ ടു 4 മൈക്രോ സെക്കൻഡ് ആണ്. 4 മൈക്രോ സെക്കൻഡ് ടൈമിലാണ് കറണ്ട് 4 മില്ലി ആംപിയറിലേക്ക് റൈസ് ചെയ്യുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. സിംഗിൾ ഫേസ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് VM എന്നുള്ള വാല്യൂ ആണ്. സെറ്റ് ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് 2 VM ആണ് ആൻസർ വരിക. ഈ കേസിൽ ഇത് VM ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഓപ് ആംപ് ആണ്. ഓപ് ആംപ് ഹാസ് ഡിഫറൻഷ്യൽ ഗെയിൻ ഓഫ് 10,000 and CMRR of 100 dB common mode voltage gain. CMRR common mode rejection ratio എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് AD by ACM എന്നുള്ള ക്വാണ്ടിറ്റി ആണ്. CMRR in dB വാല്യൂല് തന്നിരിക്കുന്നത് 20 log AD divided by ACM common mode. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ എന്നുള്ള റേഷ്യോ ആണ് CMRR. അതിന്റെ 20 log എടുത്തിട്ടുള്ള വാല്യൂ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അതിന്റെ വാല്യൂ 100 dB വാല്യൂ ആണ്. സോ നമുക്ക് AD by ACM കാണാം. അതിൽ നിന്ന് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എത്രയെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ലോഗ് AD by ACM ഇതിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 5. സോ AD by ACM differential mode gain divided by common mode gain is 10⁵. So common mode gain equal to AD differential mode gain divided by 10⁵. ആൻസർ എത്രയാണ് വരിക? AD യുടെ വാല്യൂ 10⁴ ആണ്. This is 10⁴ by 10⁵ equal to 0.1 ആണ് നമുക്ക് കിട്ടുന്ന കോമൺ മോഡ് ഗെയിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഐഡിയൽ ഓപ് ആംപ്. ഐഡിയൽ ഓപ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നോട്ട് ശ്രദ്ധിക്കുക. അപ്പോ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഇൻഫിനിറ്റ് സ്ലോ റേറ്റ്. ഇത് ഐഡിയൽ ഓപ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്തും ഐഡിയൽ ഓപ് ആമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈക്വൽ ടു 0 ഫോർ ഐഡിയൽ ഓപ് ആമ്പ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹൈ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഹൈ CMRR എന്ന് പറയുന്നത് ഐഡിയൽ ഓപ് ആമ്പ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ട്പുട്ട് ഓഫ് ആൻ ഓപ് ആമ്പ് ഇൻക്രീസസ് 8 volt in 14 microsecond. സ്ലൂ റേറ്റ് ഈസ്. സ്ലൂ റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത് സ്ലൂ റേറ്റ് എന്താണ്? മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ചേഞ്ച് ഇൻ V0 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം, മാക്സിമം വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 8 volt ആണ് ഡിവൈഡഡ് ബൈ 14 microsecond. നമുക്ക് അറിയാം വോൾട്ട് പെർ മൈക്രോ സെക്കൻഡിലാണ് സ്ലൂ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
8/14 കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാം. 8/14 വാല്യൂ എത്രയാണ്? 8/14 ഈക്വൽ ടു 0.57 എന്നുള്ള വാല്യൂ ആണ്. സോ ദിസ് മച്ച് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ കൺട്രോൾ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ ആണ്. കൺട്രോൾ സിസ്റ്റത്തിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ട് അതിന്റെ കനോണിക്കൽ ഫോം ഓഫ് ബ്ലോക്ക് ഡയഗ്രാം. കനോണിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഫോർവേഡ് പാത്തും ഉണ്ടാവും, അതുപോലെ ഫീഡ്ബാക്ക് ഗെയിനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിനെ ഫോർവേഡ് പാത്ത് ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാസ്കേഡ് ആയിട്ട് വരുന്ന സെക്ഷനും ഉണ്ട്, അതുപോലെ പാരലൽ ആയിട്ട് വരുന്ന സെക്ഷൻ ഉണ്ട്. ആ കാസ്കേഡ് സെക്ഷനും പാരലൽ സെക്ഷനും ഒരുമിച്ചാക്കാം. ഒരൊറ്റ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. ഇവിടെ G1 G2 കാസ്കേഡ് ആയിട്ട് വരുമ്പോൾ G1 G2 ആണ് അതിന്റെ ഗെയിൻ, ഓവറോൾ ഗെയിൻ വരുന്നത്. അതുപോലെ തന്നെ G3 പ്ലസ് G4, G3 പ്ലസ് G4 പാരലൽ ആയിട്ടാണ് വരുന്നത്. G3 പ്ലസ് G4. ദെൻ ഇവിടെ നമുക്കൊരു ആഡർ വരുന്നുണ്ട്. ഓക്കെ, ആഡർ സർക്യൂട്ട്, ആ ആഡർ നമുക്ക് ഒഴിവാക്കാം, ഈ ആഡറിന് ആവശ്യം വരുന്നില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് കൊടുക്കാം ഔട്ട്പുട്ട് സി. ഇവിടെ നിന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ദിസ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഇവിടെ വരുന്നുണ്ട്. ഫീഡ്ബാക്ക് ഗെയിൻ H1 ആണ്, H1. അതുപോലെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത് ഇൻപുട്ട് സൈഡിൽ 6 ആണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ എന്ന് പറയുന്നത് H2 ആണ്. നെഗറ്റീവ് ഫീഡ്ബാക്കിലെ ഗെയിൻ H2. ഇങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി നമുക്ക് ഈ ബ്ലോക്കിനെ ഫീഡ്ബാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നോഡിനെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗെയിൻ വാല്യൂ എന്ന് പറയുന്നത്, ഫീഡ്ബാക്കിലെ ഗെയിൻ വാല്യൂ H1 ഡിവൈഡഡ് ബൈ G3 പ്ലസ് G4 എന്നുള്ള ടേമാണ് വരിക. സോ നമുക്ക് അതിനുശേഷം നമുക്ക് ഫോർവേഡ് പാത്തിലെ ഗെയിൻ കമ്പൈൻ ചെയ്യാം. G1 G2 ഇൻറ്റു G3 പ്ലസ് G4, G3 പ്ലസ് G4 ആണ് വരിക. ഫോർവേഡ് പാത്തിലെ ഗെയിൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ഫീഡ്ബാക്ക് പാത്തിലെ ഈ നോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ G3 പ്ലസ് G4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. H1 ഡിവൈഡ് ബൈ G3 പ്ലസ് G4 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്, അത് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ഫീഡ്ബാക്കിനും നെഗറ്റീവ് ഫീഡ്ബാക്കിനും ഇക്വേഷനിൽ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാവും. ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് വരുന്നത്. രണ്ടാമത്തെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ആർ സി. ഇവിടെ ഗെയിൻ വരുന്നത് H2. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫീഡ്ബാക്ക് ഗെയിൻ കമ്പൈൻ ചെയ്യാം. ഫീഡ്ബാക്ക് ഗെയിൻ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഫീഡ്ബാക്ക് ഗെയിനിലെ വാല്യൂ എത്രയാണ് കിട്ടുക നോക്കാം. H2 മൈനസ് H1 ബൈ G3 പ്ലസ് G4 ആണ് ഫീഡ്ബാക്കിലെ ഗെയിൻ വരുന്നത്. ഫോർവേഡ് പാത്ത് ഗെയിൻ ഈക്വൽ ടു, ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഫോർവേഡ് പാത്തിലെ ഗെയിൻ. നമുക്ക് കിട്ടിയിരിക്കുന്നത് G1 G2 ഇൻറ്റു G3 പ്ലസ് G4. ഫീഡ്ബാക്ക് പാത്തിലെ ഗെയിൻ നമുക്ക് കിട്ടുന്നത് H2 മൈനസ് H1 ഡിവൈഡഡ് ബൈ G3 പ്ലസ് G4 ആണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നമുക്ക് ഈ ഫീഡ്ബാക്ക് ഗെയിൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ
G3 plus G4 into H2 minus H1 divided by G3 plus G4 എന്നുള്ള ഗെയിൻ കിട്ടും. സോ അത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഇൻ ദ എബോവ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് there are dash number of combinations of two non-touching loops. ഇവിടെ SFG തന്നിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. ടു നോൺ ടച്ചിങ് ലൂപ്സ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ലൂപ്പ് വരുന്നുണ്ട്. ദിസ് ഈസ് വൺ ലൂപ്പ് വൺ, നമ്പർ വൺ, ലൂപ്പ് നമ്പർ ടു. ലൂപ്പ് നമ്പർ വണ്ണും ലൂപ്പ് നമ്പർ ടുവും നോൺ ടച്ചിങ് ലൂപ്സ് ആണ്. സോ ഒരു പെയർ നോൺ ടച്ചിങ് ലൂപ്പ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ലൂപ്പ് നമ്പർ 3യും 1ഉം നോൺ ടച്ചിങ് ആണ്. ലൂപ്പ് നമ്പർ 4ഉം 1ഉം നോൺ ടച്ചിങ് ആണ്. അതുപോലെ തന്നെ ലൂപ്പ് നമ്പർ 2ഉം 4ഉം നോൺ ടച്ചിങ് ആണ്. അപ്പൊ നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ട്? 1 2 then 1 3 then 1 4 1 4 and 2 4. നമുക്കിവിടെ 4 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. എ സിസ്റ്റം പ്രൊഡ്യൂസസ് എൻ ഔട്ട്പുട്ട് 12 divided by s into s square plus 5s plus 4 for a unit step input. The nature of the response. നമുക്ക് പോൾസിന്റെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോൾസിന്റെ അല്ലെങ്കിൽ റെസ്പോൺസിന്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പോൾസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സിസ്റ്റം പോൾസ് നമുക്ക് കിട്ടിയാലും മതി. എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 ആണ് സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് ദ സിസ്റ്റം. സോ ഇതിന്റെ റൂട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ S1, S2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക -5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ 25 മൈനസ് 16 ഡിവൈഡഡ് ബൈ 2 ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് √9 എന്ന് പറയുമ്പോൾ 3 കിട്ടും. 3/2. നെഗറ്റീവ് വാല്യൂ, രണ്ട് നെഗറ്റീവ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത് -8/2 -4 ആണ്. മറ്റൊരു വാല്യൂ -2/2 -1 ആണ്. അപ്പൊ പോൾസിന്റെ ലൊക്കേഷൻ, സിസ്റ്റം പോൾസിന്റെ ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -1 ഒരു പോളും -4 ഒരു പോളുമാണ് കിട്ടുന്നത്. അപ്പോ പോൾസ് ആർ റിയൽ വാല്യൂസ്, നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ വാല്യൂസ് ആണ് പോൾസ് വരുന്നതെങ്കിൽ അത് ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് ആണ്. ദിസ് ലൊക്കേഷൻ ഓഫ് പോൾസ് ഇൻഡിക്കേറ്റ് ഓവർ ഡാംപ്ഡ് റെസ്പോൺസ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് ആണ്. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് പീക്ക് ടൈം ആയിട്ട് റിലേറ്റഡ് ആണ്. പീക്ക് ടൈം TP 3 സെക്കൻഡ് ആണ് ഫോർ സിസ്റ്റം ടു ഹാവ് ടു വിച്ച് യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ഈസ് അപ്ലൈഡ്. ദ ഡാമ്പിംഗ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പൊ ഡാമ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒമേഗ ഡി ആണ്. ഒമേഗ ഡിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അറിയേണ്ട ഫോർമുല എന്താണ്? TPയുടെ ഫോർമുലയാണ്. പീക്ക് ടൈം TP is given by π/ωd. സിമ്പിൾ ഇക്വേഷൻ ആണ് π/ωd. ഈ ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ തന്നിരിക്കുന്നത് TPയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു 3. സോ ωdയുടെ വാല്യൂ π/3 എന്നുള്ള വാല്യൂ ആണ്. π/3 3.14 ഡിവൈഡഡ് ബൈ 3 നമുക്ക് കിട്ടുന്നത് 1.4 സംതിങ് ആണ്. 1. ഡാമ്പിംഗ് ഫ്രീക്വൻസി ആണ്. ഡാമ്പിംഗ് ഫ്രീക്വൻസി 1.05 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. 1.05 റേഡിയൻസ് പെർ സെക്കൻഡ്. റേഡിയൻസ് പെർ സെക്കൻഡിലാണ് ആൻസർ വരിക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ബ്ലോക്ക് ഡയഗ്രാം തന്നിരിക്കുന്നുണ്ട്. ദ പൊസിഷൻ എറർ കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പൊസിഷൻ എറർ കോൺസ്റ്റന്റ് KP വാല്യൂ, KPയുടെ ഫോർമുല ലിമിറ്റ് S ടെൻസ് ടു 0 G of S into H of S. ലൂപ്പ് ഗെയിൻ
ലൂപ്പ് ഗെയിൻ ആണ്. ഇവിടെ ഫീഡ്ബാക്ക് ഗെയിൻ എച്ച് ഓഫ് എസ് ഈക്വൽ ടു യൂണിറ്റി 1 ആണ്. ജി ഓഫ് എസ് തന്നിട്ടുള്ളത് 40 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 20s പ്ലസ് 5 ആണ്. നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാം. ലിമിറ്റ് എസ് ടെൻസ് ടു 0, ജി ഓഫ് എസ് 40 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 20s പ്ലസ് 5. എസ് 0 ആയിട്ട് പുട്ട് ചെയ്യുക. വിൽ ഗെറ്റ് 40 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 5ന്റെ വാല്യൂ 8 ആണ്. അപ്പൊ കെ പി പൊസിഷൻ എറർ കോഎഫിഷ്യന്റ് കെ പി ഈക്വൽ ടു 8 ആണ് വരുന്നത്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 66. ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഈസ് g of s equal to 1 by s square plus 6s plus 9. The closed loop transfer function will have poles at. അപ്പൊ നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റത്തിന്റെ പോൾസ് ആണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്. സോ എച്ച് ഓഫ് എസ് ഈക്വൽ ടു 1. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ട് അതിന്റെ റൂട്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ റൂട്ട്സും ക്ലോസ്ഡ് ലൂപ്പ് പോൾസും സെയിം ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ഇതിന്റെ റൂട്ട്സ് തന്നെയാണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പോൾസ്. അപ്പൊ നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുക്കാം 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 9 ഈക്വൽ ടു 0. എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 10 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -3 പ്ലസ് ഓർ മൈനസ് J1 എന്നുള്ള വാല്യൂ ആണ്. എസിന്റെ വാല്യൂസ് പോൾസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് -3 പ്ലസ് J1 ഉം -3 മൈനസ് J1 ഉം ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 67. ഇൻ ടൈപ്പ് 1 സിസ്റ്റം ദ വെലോസിറ്റി ലാഗ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ലാഗ് എറർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എറർ നമുക്ക് കിട്ടുന്നത് ESS എന്നുള്ള വെലോസിറ്റി ലാഗ് എറർ ESS is equal to 1 by kV വാല്യൂ ആണ്. ടൈപ്പ് 1 സിസ്റ്റം ആയതുകൊണ്ട് kV വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കോൺസ്റ്റന്റ് ഗെയിനിന് ഈക്വൽ ആയിരിക്കും. സോ 1 by k എന്നുള്ളതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ 67ന്റെ ആൻസർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഗെയിൻ കോൺസ്റ്റന്റ് ടൈപ്പ് 1 സിസ്റ്റം ആയതുകൊണ്ടാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ റൂട്ട്സ് ക്രൈറ്റീരിയ? റൂട്ട്സ് ക്രൈറ്റീരിയയിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇറ്റ് ഗീവ്സ് ഐഡിയ അബൌട്ട് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതാണ് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടിക്ക് ഇട്ട് പോവാം. ഇറ്റ് ഗീവ്സ് an ഐഡിയ അബൌട്ട് അബ്സല്യൂട്ട് സ്റ്റെബിലിറ്റി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ ഡിഗ്രി ഓഫ് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് മീൻസ് ടു അവോയ്ഡ് ഇറ്റ് ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ് ബൈ റൂട്ട്സ് ക്രൈറ്റീരിയ. ദാറ്റ് ഈസ് ആൾസോ കറക്റ്റ്. നമ്മൾ എത്രത്തോളം സ്റ്റേബിൾ ആണ് എത്രത്തോളം അൺസ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. മാർജിൻ ഒന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത്, ഇൻഡിക്കേറ്റ് ദ നമ്പർ ആൻഡ് വാല്യൂസ് ഓഫ് അൺസ്റ്റേബിൾ റൂട്ട്സ്. ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ആൻഡ് വാല്യൂസ് നമുക്ക് കാണാൻ പറ്റില്ല, നമ്പർ നമുക്ക് കാണാൻ പറ്റും. സോ ഓപ്ഷൻ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ 68ന്റെ ആൻസർ എ ആണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമുക്ക് നമ്പർ ഓഫ് റൂട്ട്സ് ലൈങ് ഓൺ റൈറ്റ് ഹാഫ് എസ് പ്ലെയിൻ കണ്ടുപിടിക്കാം. അപ്പോ പോൾസിന്റെ ലൊക്കേഷൻ, അതിന്റെ വാല്യൂസ് ഓഫ് അൺസ്റ്റേബിൾ റൂട്ട്സ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ആൻഡ് വാല്യൂസ്. റൂട്ട്സ് ക്രൈറ്റീരിയയിൽ നമുക്ക് അൺസ്റ്റേബിൾ റൂട്ട്സിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് അത് റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, the effect of adding poles and zeros can be determined quickly by. ഇപ്പൊ പോൾസിന്റെ ലൊക്കേഷനും അതുപോലെ സീറോസിന്റെ ലൊക്കേഷനും കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് റൂട്ട് ലോക്കസിലാണ്. നമുക്കൊരു സീറോ അല്ലെങ്കിൽ പോൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് റൂട്ട് ലോക്കസ് പ്ലോട്ടിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിക്വിസ്റ്റ് പ്ലോട്ട് ഈസ് given by. നിക്വിസ്റ്റ് പ്ലോട്ട്
തന്നിട്ടുണ്ട്. പോളാർ പ്ലോട്ട് എന്നും പറയാം നമുക്കിതിനെ. ഈ പോളാർ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ഗെയിൻ മാർജിൻ ആണ്. ഗെയിൻ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫേസ് ക്രോസ് ഓവർ സമയത്തുള്ള ഗെയിൻ്റെ 1 ആണ്. ഇറ്റ് ഈസ് 1 മോഡലസ് വാല്യൂ g ഓഫ് j ഒമേഗ pc. സോ ഗെയിൻ അറ്റ് ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഏത് ഫ്രീക്വൻസി ആയിരിക്കും? ഈ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും ഒമേഗ പി സി എന്നുള്ള ഫ്രീക്വൻസിയിലാണ് ഫേസ് 180 വരുന്നത്. ഒമേഗ പി സി ഇസ് ദ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി. സോ ഫേസ് ക്രോസ് ഓവർ ഫ്രീക്വൻസി ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഗെയിൻ വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആക്സിസിൽ അത് ക്രോസ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ പി സി എന്നുള്ള ഫ്രീക്വൻസി. ആ ഫ്രീക്വൻസിയിലെ ഗെയിൻ വാല്യൂ നമുക്ക് -0.3 ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക. സോ ജി എം ഈക്വൽ ടു 1/0.3 ഈക്വൽ ടു 3.33 എന്നുള്ള വാല്യൂ ആണ് ഗെയിൻ മാർജിൻ കിട്ടുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നമുക്ക് അടുത്ത ചോദ്യം എന്താ നോക്കാം. The resistance of a moving coil voltmeter is 13,500. The moving coil has 150 turns and 4 cm long and 3 cm wide. The flux density in the air gap is 5.5 into 10⁻²Weber per meter square. Find the deflection torque produced by 150 volt. നമ്മൾ ഡിഫ്ലക്ഷൻ ടോർക്ക് ആണ് നമുക്ക് കാണുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ് ഈസ് ഗിവൺ. റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ് തന്നിട്ടുണ്ട്. നമുക്ക് കോയിലിന്റെ റെസിസ്റ്റൻസ് 13,500 ആണ്. R equal to 13,500 ohm. Moving coil has number of turns equal to 150. 150 turns ആണ് കോയിൽസ്. ഏരിയ ഓഫ് കോയിലിന്റെ ഏരിയ വന്നിരിക്കുന്നത് 4 സെന്റിമീറ്റർ by 3 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതിന്റെ ഏരിയ 4 സെന്റിമീറ്റർ into 3 സെന്റിമീറ്റർ. ഫ്ലക്സ് ഡെൻസിറ്റി in the air gap, flux density B in the air gap is 5.5 into 10⁻² Weber per meter square. Deflection torque produced by 150 volt. Voltage 150 volt ആണ്. 150 volt അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആണ് നമ്മൾ കാണുന്നത്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു കോയിലിന്റെ കേസ് നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൻ, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇൻറ്റു ബി, ഫ്ലക്സ് ഡെൻസിറ്റി ബി ഇൻറ്റു ഏരിയ ഓഫ് ദ കോയിൽ ഇൻറ്റു കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ ഐ. സോ നമ്പർ ഓഫ് ടേൺസ് 150 ആണ്. 150 ഇൻറ്റു ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ 5.5 ഇൻറ്റു 10⁻² ഇൻറ്റു ഏരിയ നമ്മൾ കൺവേർട്ട് ചെയ്യണം. 4 into 3 divided by 10⁻⁴ ആണ് വരിക. 4/10⁻² into 3/10⁻². മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇൻറ്റു കറണ്ട് കാണാൻ വോൾട്ടേജ് ബൈ കറണ്ട് 150 divided by 13,500. ഓക്കെ, നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആൻസർ 11 into 10⁻⁻5 ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂ ആണ് കിട്ടുക. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ മെമ്മറി ഉണ്ടാവണം. അപ്പോൾ മെമ്മറി ലെസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഇലക്ട്രോളിറ്റിക് മീറ്റർ, മോട്ടോർ മീറ്റർ, ക്ലോക്ക് മീറ്റർ, ഗാൽവനോമീറ്റർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എന്നത് ആ പ്രസന്റ് വാല്യൂ മാത്രമാണ് കാണിക്കുക. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 73. കാൽക്കുലേറ്റ് ദ ഷണ്ട് റെസിസ്റ്റൻസ് റിക്വയർഡ് ഫോർ കൺവേർട്ടിംഗ് 2 milliampere meter with internal resistance 60 ohm into 0 to 100 milliampere. അപ്പോൾ അത്
റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ് അമ്മീറ്റർ ആണ്. അമ്മീറ്ററിന്റെ റേഞ്ച് എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷണ്ടാണ്. അപ്പോൾ മീറ്ററിന് പാരലായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. സോ ദിസ് ഈസ് കാൾഡ് ഷണ്ട് റെസിസ്റ്റൻസ്, RSH. സോ മീറ്ററിലൂടെയുള്ള കറണ്ട്, മാക്സിമം കറണ്ട് 2 മില്ലി ആംപിയർ ആണ് മാക്സിമം വരാൻ പാടുള്ളൂ. സോ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട്, ഷണ്ട് കറണ്ട് എന്ന് പറയുന്നത് റിമൈനിങ് കറണ്ട് ആയിരിക്കും 2 മില്ലി ആംപിയർ മാക്സിമം. ആൻഡ് ടോട്ടൽ കറണ്ട് 100 മില്ലി ആംപിയർ വരുന്ന സമയത്ത് ഷണ്ട് കറണ്ട് 98 മില്ലി ആംപിയർ ആയിരിക്കും. നമുക്ക് ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതാണ് മീറ്റർ. ഓക്കെ, ഫോർമുല നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, RSHന്റെ ഫോർമുല. ഓക്കെ, സോ ഈ കറണ്ട് ആണ് IM ആയിട്ട് എടുക്കുന്നത്. IM ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദിസ് മീറ്റർ, IM ഇൻറ്റു RM is the voltage across the shunt resistor divided by current through shunt resistor is total current I minus this maximum current M. So IM എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് ത്രൂ അമ്മീറ്റർ ആണ്. അമ്മീറ്ററിലൂടെയുള്ള മാക്സിമം കറണ്ട് 2 ആണ്, 2 മില്ലി ആംപിയർ ആണ്. ഡിനോമിനേറ്ററിൽ മില്ലി ആംപിയർ ആയതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. RM റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ I മൈനസ് I എത്രയാണ്, ടോട്ടൽ 100 മില്ലി ആംപിയർ ആണ് നമ്മൾ ഹയസ്റ്റ് കറണ്ട് ആയിട്ട് എടുക്കുന്നത്. 100 മൈനസ് 2, അതായത് വാല്യൂ 120 ഡിവൈഡഡ് ബൈ 98 എന്ന് കിട്ടും. ആൻഡ് കറക്റ്റ് വാല്യൂ 1.22 ഓം ആണ് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ, 1.22 ഓം. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് ക്യാൻ ബി യൂസ്ഡ്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏത് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റിലാണ് യൂസ് ചെയ്യുക? ക്യാൻ ബി യൂസ്ഡ് ഫോർ വെർട്ടിക്കലി മൗണ്ടഡ് ഇൻസ്ട്രുമെന്റ്. വെർട്ടിക്കലി മൗണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിലാണ് നമുക്ക് ഫ്ലൂയിഡ് ഡാമ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സെൻസിറ്റിവിറ്റി ഓഫ് ആൻ ഓസിലോസ്കോപ്പ് ഡിപ്പെൻഡ്സ് ഓൺ. സെൻസിറ്റിവിറ്റി, ഓസിലോസ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി നമുക്ക് അറിയാം. ഓസിലോസ്കോപ്പിലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംപ്ലിഫയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ സ്വീപ്പ് വോൾട്ടേജ് ആണ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ആംപ്ലിഫയർ ആണ് സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഗെയിൻ ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ആണ് സെൻസിറ്റിവിറ്റി ഓഫ് ഓസിലോസ്കോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ആംപ്ലിഫയറിന്റെ ഗെയിൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. പവർ ലോസ് ക്യാൻ ബി കൺസിഡറബിളി റെഡ്യൂസ്ഡ് വൈൽ ടെസ്റ്റിംഗ് എനർജി മീറ്റർ ബൈ. ഇപ്പൊ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി മീറ്ററിന്റെ എനർജി ലോസ്, പവർ ലോസ് മിനിമൈസ് ചെയ്യാൻ പറ്റുക? ആ ഒരു മെത്തേഡാണ് ഫാൻഡം ലോഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. അപ്പൊ എങ്ങനെയാണ്? അഡ്ജസ്റ്റിംഗ് പൊസിഷൻ ഓഫ് ബ്രേക്കിംഗ് മാഗ്നറ്റ്, റിവേഴ്സിംഗ് സപ്ലൈ ടെർമിനൽ, റിവേഴ്സിംഗ് ലോഡ് ടെർമിനൽ, നൺ ഓഫ് ദ എബോവ്. റൈറ്റ് ആൻസർ ഈസ് അഡ്ജസ്റ്റിംഗ് ദ പൊസിഷൻ ഓഫ് ബ്രേക്കിംഗ് മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ദ അക്വാഡാഗ് കോട്ടിംഗ് ഇൻ CRO ഈസ് യൂസ്ഡ് ടു കളക്ട്. അക്വാഡാഗ് കോട്ടിംഗ് നമുക്ക് ഇലക്ട്രോൺ എമിഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വാഡാഗ് യൂസ് ചെയ്യുന്നത്. CROയില് സെക്കൻഡറി എമിറ്റഡ് ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സ്വീപ്പ് ജനറേറ്റർ ഓഫ് എ CRO ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ്. സ്വീപ്പ് ജനറേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കൊരു സ്വീപ്പ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്വീപ്പ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. സോട്ടൂത്ത് വോൾട്ടേജ് ഫോർ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ബീം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 80. മൂവിംഗ് കോയിൽ അമ്മീറ്റർ ഹാസ് എ യൂണിഫോം സ്കെയിൽ with 100 divisions and gives full scale reading of 10 ampere. The instrument can read up to 1/5 of a scale division with a fair degree of certainty. Determine the resolution of the instrument in amperes. So നമുക്കൊരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. 100 ഡിവിഷൻസ് ആണ് അതിനകത്തുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് 100 ആണ്. സോ ഫുൾ സ്കെയിൽ റീഡിംഗ് 10 ആംപിയർ ആണ്. അപ്പോൾ 10 ആംപിയർ എന്ന് പറയുമ്പോൾ 1 ഡിവിഷൻ കറസ്പോണ്ട്സ് ടു, ഒരു ഡിവിഷൻ എത്ര ആംപിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും? 10 ഡിവൈഡഡ് ബൈ 10 ആംപിയർ ഡിവൈഡ് ബൈ 100
ഈക്വൽ ടു 0.1 ആംബിയർ ആണ് ഒരു ഡിവിഷൻ കൊണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുക. പക്ഷെ ഈ ഇൻസ്ട്രുമെന്റിന് 1/5 ഓഫ് എ സ്കെയിൽ വെർഷൻ വരെ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ അതിന്റെ ഇൻസ്ട്രുമെന്റിന്റെ റെസൊല്യൂഷൻ ആണ് ചോദിച്ചത്. സോ resolution is 1/5 of this value, 1/5 of 1 division. So 1 divisionന്റെ 1/5 ആണ് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്നത്. 1/5 into 0.1 equal to 0.02 ആംബിയർ. 0.02 ആംബിയർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. സോ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. അടുത്തത് 89 ആണ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി? മെമ്മറി വരുന്ന സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ഇൻപുട്ട് കണ്ടീഷനും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഇതിനകത്ത് y of t ഈക്വൽ ടു എക്സ് ഓഫ് ടി, പ്രസന്റ് വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ കേസിലും പ്രസന്റ് വാല്യൂ ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. y of t ഈക്വൽ ടു എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് 1. ഇത് പാസ്റ്റ് ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം എന്ന് പറയാം. എക്സ് ഓഫ് ടി മൈനസ് 1 ആണ് പാസ്റ്റ് ഇൻപുട്ട് വാല്യൂ ആണ്. സോ സിസ്റ്റം ഈസ് ഹാവിംഗ് മെമ്മറി. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 81 ആയിരുന്നു അല്ലെ, 70, ഇത് 80 ആണ്. 81 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 82. So 82, a signal has a spectrum ranging from 0 to 15 kilohertz is to be sampled to be converted to direct discrete form. So what is the minimum number of samples per second that must taken to ensure recovery? So നമുക്കറിയാം by sampling theorem എന്താ പറയുന്നത്? സാമ്പിളിംഗ് തിയറം പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 2 times maximum frequency, or fs should be greater than or equal to 2 into bandwidth b. So minimum sampling frequency എന്ന് പറയുമ്പോൾ fs minimum, that is Nyquist frequency, minimum value. Okay, fs equal to 2b ആണ്, equal to 2 into 15,000 ആണ് വരിക. സോ 30,000 സാമ്പിൾസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 30,000 സാമ്പിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാമ്പിളിംഗ് തിയറത്തിന്റെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 83. ഡിറ്റർമിൻ ദ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ദ ഫോളോയിങ് സിഗ്നൽ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എൻ ഈക്വൽ ടു 10 cos 0.2 pi n. ഇവിടെ ഒമേഗ വാല്യൂ എന്ന് പറയുന്നത്, ഒമേഗ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0.2 പൈ ആണ്. ആൻഡ് ഫണ്ടമെന്റൽ പീരിയഡ് ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ 0.2 പൈ ഈക്വൽ ടു 10. 10 സാമ്പിൾസിന് ശേഷമാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 84. A system is described by transformation of x of n equal to g of n into x of n. Which of the following is correct for the system? So, transform of x of n is a function of n, g of n multiplied with the input signal x of n. ഈ സിസ്റ്റത്തിനെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഏതാണ്? നോൺ ലീനിയർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും നോൺ ലീനിയർ ആണോ എന്നുള്ളത്. അതൊരു ലീനിയർ ആവാം. നോൺ ലീനിയാരിറ്റി വരുന്നത് എക്സ് ഓഫ് എൻ്റെ സ്ക്വയറോ മറ്റോ ടേമൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് എക്സ് ഓഫ് എൻ വിത്ത് എക്സ് ഓഫ് എൻ മൈനസ് 1 അങ്ങനെയുള്ള ടേംസ് വരുമ്പോഴാണ് അത് നോൺ ലീനിയർ ആവുക. സോ ഇത് കറക്റ്റ് അല്ല. ടൈം ഇൻവേരിയന്റ് നമ്മൾ പറയാൻ പറ്റില്ല. ജി ഓഫ് എന്നിന്റെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. മെമ്മറിലെസ് ആണ്. സിസ്റ്റം ഈസ് മെമ്മറിലെസ്. കാരണം എക്സ് ഓഫ് എന്നിന്റെ പ്രസന്റ് വാല്യൂവിനെ മാത്രമേ എക്സ് ഓഫ് എൻ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നോൺ കോസൽ ആണോ? അല്ല. അപ്പോ കറക്റ്റ് ആൻസർ സി ആണ്, മെമ്മറി ലെസ് ആണ്. നോൺ കോസൽ ആവണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഇൻപുട്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇവിടെ പ്രസന്റ് ഇൻപുട്ട് വാല്യൂവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ സി ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം. എച്ച് ഓഫ് എൻ ആണ് തന്നിരിക്കുന്നത്. എച്ച് ഓഫ് എൻ ഈക്വൽ ടു 0.5 റൈസ് ടു മോഡ് എൻ ആണ്. 0.5 റൈസ് ടു മോഡ് എൻ. അപ്പൊ ഇതിന്റെ എച്ച് ഓഫ് എന്നിന്റെ സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഈക്വൽ ടു 0യിലാണ് ഹയസ്റ്റ് വാല്യൂ 1 വരുന്നത്. പിന്നീട് അത് രണ്ട് സൈഡിലേക്കും വരുന്നുണ്ട്. 0.5 എൻ ഈക്വൽ ടു 1 കൊടുത്താൽ അല്ലെങ്കിൽ -1 കൊടുത്താൽ സെയിം വാല്യൂ ആണ്. പിന്നെ 0.25 എന്നുള്ള വാല്യൂ ആണ് വരിക. ഓക്കെ, എൻ ഈക്വൽ ടു -2ലും എൻ ഈക്വൽ ടു 2ലും സെയിം വാല്യൂ ആണ്. അപ്പൊ ഈ രീതിയിൽ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സിഗ്നലല്ല എച്ച് ഓഫ് എൻ എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. സോ ചെക്ക് കോസാലിറ്റി. ഇത് കോസൽ ആണോ? ഇറ്റ് ഈസ് നോൺ കോസൽ. നെഗറ്റീവ് എൻ വാല്യൂസിൽ വരുന്നതുകൊണ്ട് നോൺ കോസൽ ആണ്. നോൺ കോസൽ. ഇനി സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സിൻസ് എച്ച് ഓഫ് എൻ ഈസ് നോട്ട് 0 ഫോർ എൻ ലെസ് ദാൻ 0. ഇനി സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന സിഗ്മ മോഡ് എച്ച് ഓഫ് എൻ ആസ് എൻ ടെൻസ് ടു -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി മോഡ് എച്ച് ഓഫ് എൻ വാല്യൂ ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. അതൊരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സമ്മേഷൻ ആണ്. ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. നോൺ കോസൽ ആൻഡ് സ്റ്റേബിൾ ആണ്. ദിസ് നോൺ കോസൽ ആൻഡ് ബിബോ സ്റ്റേബിൾ. So right answer is non-causal and bibostable. Correct answer option A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 86. A necessary and sufficient condition for bibostability of discrete time LTI system is that. Discrete time LTI സിസ്റ്റത്തിന്റെ കേസിൽ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എവരി റൂട്ട് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് എവരി റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഷുഡ് ബി ലെസ് ദാൻ 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് എവരി റൂട്ട് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് എവരി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ROC ആണ് ചോദിച്ചിട്ടുള്ളത്. ROC എന്ന് പറയുന്നത് നമുക്കറിയാം Z പ്ലെയിൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ Z പ്ലെയിൻ ഈ സിസ്റ്റം ബിബോ സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളിന്റെ അകത്ത് വരണം. ഓൾ പോൾസ് ഷുഡ് ബി എവരി റൂട്ട് ഓഫ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മീൻസ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം പോൾ ആണ്. പോൾസ് ഷുഡ് ബി ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. അപ്പോൾ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ 86ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എ സിസ്റ്റം ഈസ് ലീനിയർ ഇഫ് ഇറ്റ് ഈസ് ഹോമോജനസ്, അഡിറ്റീവ്. ഓപ്ഷൻ സി അഡിറ്റീവ് ആൻഡ് ഹോമോജനസ്, ടൈം ഇൻവാരിയന്റ്. നമുക്കറിയാം സിസ്റ്റം ലീനിയാരിറ്റി എന്ന് പറയുന്നത് രണ്ട് പ്രോപ്പർട്ടി കമ്പൈൻ ചെയ്തിട്ടാണ്. ലീനിയർ സിസ്റ്റം മീൻസ് ഇറ്റ് ഷുഡ് ബി ഹോമോജനസ്. ഹോമോജനസ് ആവണം. homogeneous. സെക്കൻഡ് പ്രോപ്പർട്ടി അഡിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഹോമോജിനസ് ആൻഡ് അഡിറ്റീവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എലിയാസിംഗ് ആണ്. എലിയാസിംഗ് ഇഫക്റ്റ് വരുന്നത് എപ്പോഴാണ്? സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുന്നത് നിക്വിസ്റ്റ് റേറ്റിനേക്കാളും കുറവാകുമ്പോൾ. നിക്വിസ്റ്റ് റേറ്റ് 2fx ആണ്. സോ fs ഈസ് ലെസ് ദാൻ 2fx എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് എലിയാസിംഗ് വരുന്നത്. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? fs ലെസ് ദാൻ 2fx. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എ സിഗ്നൽ x of t equal to cos 3πt plus 2 cos 10πt is ideally sampled. Find the maximum allowable interval between sample. ഇന്റർവെൽ ആണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ സാമ്പിൾ, മാക്സിമം വാല്യൂ. സോ നമുക്ക് ആദ്യം ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കാം. മിനിമം ഫ്രീക്വൻസി. സോ നിക്വിസ്റ്റ് ഫ്രീക്വൻസി, സാമ്പിളിംഗ് ഫ്രീക്വൻസി is given by 2 into fm. സോ ഇതിനകത്തുള്ള മാക്സിമം ഫ്രീക്വൻസി കോമ്പണന്റ് cos
3πt ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3π/2 ഈക്വൽ ടു 2π ഈക്വൽ ടു 3/2 ആണ്. ആൻഡ് സെക്കൻഡ് വൺ 10πt ടേം വരുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 10π/2π ഈക്വൽ ടു 5 ആണ്. നമുക്ക് എഫ് എസ് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി, മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ഈക്വൽ ടു 2 ഇൻറ്റു മാക്സിമം ഫ്രീക്വൻസി ഇവിടെ വരുന്നത് 5 ആണ്. സോ 10 ഹെർട്സ് ആണ്, or 10 samples per second ആണ് അതിന്റെ സാമ്പിളിംഗ് ഫ്രീക്വൻസി. നൗ സാമ്പിളിംഗ് ഇന്റർവെൽ ts ഈക്വൽ ടു 1/fs ഈക്വൽ ടു 1/10 ഈക്വൽ ടു 0.1. സോ 82ന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ബി ആണ്. ക്വസ്റ്റ്യൻ 89 ആണ്. 89ന്റെ ആൻസർ വരുന്നത് 0.1 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ്. So this is 89. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 90. An anti-aliasing filter is. Anti-aliasing filter ഏത് തരം ഫിൽറ്റർ ആയിരിക്കും? ഹൈ ഫ്രീക്വൻസിയെ എലിമിനേറ്റ് ചെയ്യുന്ന ഫിൽറ്റർ ആണ്. ഹൈ ഫ്രീക്വൻസി പാസ് ചെയ്യാത്ത ഫിൽറ്റർ ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ ലോ പാസ് ഫിൽറ്റർ. ഓക്കെ. സോ അടുത്ത ചോദ്യം, which of the following is a passive transducer? പാസീവ് ട്രാൻസ്ഡ്യൂസർ ഏതാണ്? അതായത് സെൽഫ് ജനറേറ്റിംഗ് അല്ലാത്ത, വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാത്ത ട്രാൻസ്ഡ്യൂസർ ഏതാണെന്ന് നോക്കാം. ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ. ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റീവ് ആയിട്ടുള്ള പാസീവ് എലമെന്റ് ആണ്. അത് സ്വന്തമായി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. സോ വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ എനർജി സോഴ്സ് നമ്മൾ കണക്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. തെർമോകപ്പിൾ അത് EMF ജനറേറ്റ് ചെയ്യും. PV സെൽ കറണ്ട് ഉണ്ടാക്കുന്നതാണ്. പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഇതെല്ലാം ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. പാസീവ് ട്രാൻസ്ഡ്യൂസർ ലീനിയർ പൊട്ടൻഷ്യോമീറ്റർ ആണ്. അടുത്ത ചോദ്യം 92. ഇൻ LVDT സെക്കൻഡറി വൈൻഡിങ്. LVDTയിൽ നമുക്കറിയാം സെക്കൻഡറി വൈൻഡിങ് ദർ വിൽ ബി 2 വൈൻഡിങ്, 2 വൈൻഡിങ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നത് സീരീസ് ഒപ്പോസിഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. സോ വോൾട്ടേജ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ വരുന്ന വോൾട്ടേജ് V1, അതുപോലെ V2, ഇതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. V1 മൈനസ് V2 എന്നുള്ള രീതിയിലാണ് ഡിഫറൻസ് ആണ് കിട്ടുന്നത്. സോ കറക്റ്റ് ആൻസർ LVDTയുടെ കേസിൽ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഒപ്പോസിഷൻ. സെക്കൻഡറി ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഒപ്പോസിഷൻ. അടുത്ത ചോദ്യം, which of the following is a primary cell? ഇതിൽ പ്രൈമറി സെൽ ഏതാണ്? പ്രൈമറി സെൽ നോക്കാം നമുക്ക്. സിങ്ക് കാർബൺ ഡ്രൈ സെൽ. സിങ്ക് കാർബൺ ഡ്രൈ സെൽ ഒരു പ്രൈമറി സെല്ലാണ്. അത് ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതിന്റെ കെമിക്കൽ എനർജി നേരിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. സിങ്ക് കാർബൺ ഡ്രൈ സെല്ലാണ് കറക്റ്റ് ആൻസർ. LED, ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെൽ ഇതൊന്നും പ്രൈമറി സെല്ലല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 94. ക്വസ്റ്റ്യൻ നമ്പർ 94. In series grouping of batteries, increasing number of cells result in. നമ്പർ ഓഫ് സെല്ല് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും, കറണ്ട് ബിക്കം കോൺസ്റ്റന്റ് വാല്യൂ. അടുത്തത്, ഡ്യൂ ടു മോയ്സ്ചർ കണ്ടന്റ് ഇൻ ദ സോയിൽ ദ എർത്ത് റെസിസ്റ്റൻസ്. മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പോൾ എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദ പർപ്പസ് ഓഫ് എർത്തിങ് ഈസ് ടു പ്രൊവൈഡ് ഹൈ റെസിസ്റ്റൻസ് പാത്ത് ടു ഗ്രൗണ്ട്, completely block the current to ground or earth, to provide a low resistance path to earth, none of the above. So correct answer എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിനാണ് നമ്മൾ എർത്തിങ് ചെയ്യുന്നത്? to provide a low resistance path to earth. So which is the advantage of cleat wiring system? What is the advantage? ഇതിന്റെ അഡ്വാൻറ്റേജ് ഏതാണ്? ക്ലീറ്റ് വയറിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് അത് നോക്കാം. ഡ്യൂറബിൾ, മോയ്സ്ചർ പ്രൂഫ്, ക്യാൻ ബി യൂസ്ഡ് ഫോർ പെർമനന്റ് വയറിംഗ്, ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ഇൻ ദ വയറിംഗ്. കറക്റ്റ് ആൻസർ ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ട് ഇൻ ദ വയറിംഗ് ആണ്. അടുത്ത ചോദ്യം, കാന്റില 98 ആണ്. വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ?
ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന വയറിംഗ് ഏതാണെന്നാണ് ചോദ്യം. ക്ലീറ്റ് വയറിംഗ്, മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ്, വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്, TRS വയറിംഗ്. ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്? ഇറ്റ് ഈസ് മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. അടുത്ത ചോദ്യം, കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനൻസ്, luminous flux, luminous intensity of a source, fluorescence. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ലാമ്പ് ഷോസ് സ്ട്രോബോസ്കോപ്പിക് ഇഫക്റ്റ്? സ്ട്രോബോസ്കോപ്പിക് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഫ്ലൂറസെന്റ് ലാമ്പാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ ഈ ചോദ്യങ്ങൾ എല്ലാം തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവർക്കും ഇതുവരെ കുറേ അധികം ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളവരുടെ ഒരു പ്രതീക്ഷ എന്താണെന്ന് നിങ്ങൾ അറിയിക്കുക. അതുപോലെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.